നിന്റെ അസുഖത്തിനുള്ള മരുന്ന് ഞാൻ തരുന്നുണ്ട്. നേരത്തെ നീ പറഞ്ഞ നിന്റെ ആ കോൺഫിഡൻസും കൊണ്ട് നീ ഇനി ഇറങ്ങിയ രക്തം പൊടിയുന്നത് നിന്റെ നെറ്റിയിൽ നിന്നാവില്ല, കഴുത്തുനിന്നായിരിക്കും. അമ്മേ. അച്ചു, നിങ്ങളെപ്പോ വന്നിടി? ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല, നിങ്ങൾ എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ വന്നേ? വരുന്ന കാര്യം ഒന്ന് വിളിച്ചു പറഞ്ഞു പോലും ഇല്ലല്ലോ. പെണ്ണിന്റെ കാര്യം. ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതല്ല അമ്മേ. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോ അർച്ചന പറഞ്ഞു ഇവിടുന്ന് കേറിയിട്ട് പോവാന്ന്. അങ്ങനെ കേറിയെന്നേ ഉള്ളൂ. ആശുപത്രി പോവാനോ? എന്താ, ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്നോ? ഹേയ്, ഞങ്ങളെ തന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാന്ന് കരുതി. അതിന് നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല അച്ഛാ, ഞങ്ങള് രണ്ടുപേരും ഒരു ചെക്കപ്പിന് പോകുന്നേ. മൂത്ത മോളെ വിവാഹം കഴിപ്പിച്ച് അയച്ചിട്ടേ നിങ്ങൾ രണ്ടുപേരും ഇതുവരെ മുത്തശ്ശനും മുത്തശ്ശി ആയില്ലല്ലോ. അതിന്റെ കാരണം അറിയാനുള്ള ചെറിയൊരു ചെക്കപ്പ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മാറ്റം വേണം. അല്ല, അത് കുറച്ചു നാളൂടെ കഴിഞ്ഞിട്ട് പോയാ പോരെ മോനെ? അത്യാവശ്യമായിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ബെസ്റ്റ്. ഇത് അവിടുത്തെ അച്ഛനെങ്ങാനും കേട്ടാലുണ്ടല്ലോ ഓടിക്കും ഞങ്ങളെ. എപ്പോഴും അച്ഛൻ ഈ ആഗ്രഹം പറയുന്നു. അല്ല മോളെ, ഈ ചെക്കപ്പ് എന്നൊക്കെ പറയുമ്പോ അതില് ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല അച്ഛാ. സാധാരണ ചെയ്യാറുള്ളതാ ഇത്. എങ്കിൽ പിന്നെ നാളെ പോയാ പോരെ? ഇന്നൊരു ദിവസം ഇവിടെ നിൽക്ക്. കൊറേ ദിവസം കൂടിയിരുന്ന് വന്നതല്ലേ. അത് നിൽക്കാനായിട്ട് മറ്റൊരു ദിവസം വരാമേ. സന്ധ്യ ഡോക്ടറോട് ചെല്ലാന്ന് പറഞ്ഞു പോയി. നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാവം അത് മാറിയല്ലോ. പേടിക്കണ്ടെന്നേ, ഒരു കുഴപ്പമില്ല. സച്ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ചെറിയൊരു ചെക്കപ്പാ ഇത്. ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ വിളിക്കാം. എന്താ, പോരെ? ഒന്ന് സമ്മതിക്കോ രണ്ടുപേരും? ഇനി നിന്നാ താമസിക്കും അർച്ചന. എന്താ, വാ പോവാം. പോകുന്നതിനിടയില് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി മാത്രം ഇവിടെ കയറിയത്. നിങ്ങളുടെ ഈ നിപ്പ് കാണുമ്പോ തോന്നാ ഇങ്ങോട്ട് കയറണ്ടായിരുന്നു. ധൈര്യമായിട്ടിരിക്കണ്ട അമ്മേ, ഞാൻ വിളിക്കാം. എന്നാ നമുക്ക് ഇറങ്ങാം സച്ചേട്ടാ. ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. വാർച്ചന. ശരി. മാഷേ.